ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ HT മോഡൽ വണ്ടിയാണ്. നമുക്ക് നിലവിൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസാണ്, ഓയിൽ ചേഞ്ച്, ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്ത് നട്ട് പൊട്ടി പോയിട്ടുണ്ട്, അപ്പോൾ ചാടി പോയിട്ടുണ്ട്. അപ്പോൾ അത് പിടിപ്പിക്കണം. വാട്ടർ സർവീസാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അതുമേ നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം കമ്പനി ലൈൻഡറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഈ തവണ കൂടി ഉപയോഗിക്കാം. നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിടാം. അതേപോലെ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാകുന്ന അയച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. ഇത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനിൽ ഏകദേശം ഒരു 80% കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ. ഹബിൻ്റെ ഭാഗമായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ മാറ്റിയിടുന്ന സമയത്ത് കമ്പനി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതായത് MRP തന്നെ സാപ്പർ മോഡൽ എന്ന് പറഞ്ഞിട്ട് മോഡൽ കിട്ടും. സാപ്പർ മോഡൽ ഇടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഫിൽറ്റർ എടുക്കണം, വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് സൈഡ് അഴിച്ച് നമ്മളതിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൻഡെക്സ് യൂണിറ്റ്, ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്. അപ്പോൾ ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല. നമുക്ക് ഇപ്പോഴത്തെ വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്റർ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം തന്നെ ഒട്ടുമിക്ക വണ്ടിക്കും കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും മെയിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മുടെ വണ്ടിക്ക് പ്രശ്നമില്ല. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും വരും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒട്ടുമിക്ക വണ്ടികളും കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം മുന്നേ ഒരു 10 വണ്ടി വന്ന 8 വണ്ടിയുടെയും കാർബറേറ്ററിൽ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ, ഒന്നോലെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കാറുണ്ട്. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുമില്ല, അത് അഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട ഒരു മേജർ ഇഷ്യൂ ഇല്ലാതെ കൊണ്ടൊരു കാരണവശാലും കാർബറേറ്റർ നമ്മൾ അഴിക്കുകയോ ക്ലീൻ ചെയ്യാനോ നിൽക്കരുത്. കാരണം ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം സർഫേസൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിൻ്റെ വല്ല പ്ലാവ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർഫ്ലോൻ്റെ പ്രോബ്ലമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കൂടി ഓടാവുന്ന കാർബറേറ്റർ നമ്മൾ ചിലപ്പോൾ നേരത്തെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം ആ രീതിയിൽ തന്നെ തുടരുക. ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. കമ്പനി ലൈൻഡറാണ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് പുതിയത് ഫ്രണ്ടിൽ കിടക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. ലിങ്കിൻ്റെ കോളർ ബുഷ് ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല, ഹബിനും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ബാക്ക് ടയർ തീർന്ന കേസ് പറഞ്ഞിട്ടുണ്ടായില്ലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് ഇതിനെയാണ് സാപ്പർ മോഡൽ ടയർ എന്ന് പറയാം. അത് നമുക്ക് MRF, C8, അപ്പോളോ എല്ലാത്തിലും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടണമെന്ന് വെച്ചാൽ ഇപ്പോൾ MRF, അപ്പോളൊക്കെ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ടയറുകളാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ബാക്ക് ടയറായിരിക്കും നമ്മുടെ ടയർ പെട്ടെന്ന് തീരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ബാക്കിലത്തെ പുതിയ ടയർ ബാക്കിലേക്ക് എടുത്തിടാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടയർ ഡിസ്ക് പാടി ബാക്കിലേക്ക് സെറ്റ് ചെയ്യിക്കണം. എന്നിട്ട് ആ ബാക്കിലത്തെ ഡിസ്കുമേ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിലിടാനായിട്ട് ശ്രദ്ധിക്കണം. പറയാൻ കാരണം ഫ്രണ്ടിലത്തെ ടയർ റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് വരാനുള്ള ഗുണമെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ കംഫർട്ടായിരിക്കും. ആ ചെറിയ വെട്ടൽ കാര്യങ്ങളൊക്കെ മാറിക്കോളും. തന്നെയല്ല ഈ ടയർ സൈഡ് വെട്ടി തേവ് തുടങ്ങിയിട്ടുണ്ട്. അത് ബാക്കിലാവുമ്പോൾ എഞ്ചിൻ ലോഡും നമ്മുടെ ലോഡും വണ്ടിയുടെ വെയിറ്റൊക്കെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാക്കിൽ കറക്റ്റ് സെൻട്രലൈസ്ഡ് ആയിട്ട് കിടന്ന് തേഞ്ഞ് തീർന്ന് പോയിക്കോളും. അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ മാറ്റണ സമയത്ത് ടയർ റൊട്ടേഷൻ ചെയ്ത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ മോഡൽ വരെയുള്ള വണ്ടികൾക്ക് കുഴപ്പമില്ല. ആക്റ്റീവ 4G വരെയുള്ള വണ്ടികൾക്ക് 10 ഇഞ്ച് വീലാണ് ഫ്രണ്ട് വരാം. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. എന്നാൽ 560ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറ്റാറില്ല, കാരണം ഫ്രണ്ട് ടയർ 12ഉം ബാക്ക് 10 വരാം. അപ്പോൾ ഇത് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററിയുടെ SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.57 വരെ. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ വൈസർ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ബോൾട്ട് ചാടി പോകാനുള്ള കാരണം തന്നെ ബാക്കിൽ വന്ന ഈ ഹെഡ്ലൈറ്റ് കവറുണ്ടല്ലോ മൊത്തം പൊട്ടിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഐറ്റം മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ട് ഈ വൈസറും ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ അതുമേക്ക് കയറ്റി പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം ഞാൻ ഇത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കിയാൽ ഒന്നാമത് ചൊവ്വാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി കിടന്ന് ഓടും തോറും ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഐറ്റം അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റേറ്റ് ഏകദേശം എനിക്ക് 1000-1100 അങ്ങോട്ട് വരും കമ്പനി ആയിട്ട് കേട്ടോ, ഒറിജിനൽ പാർട്സ്. ഇത് ഇരിക്കുന്നത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതുമേ ഉള്ള ഐറ്റംസ്. സായി എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പനി ഐറ്റം വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചാൾ നിന്നോളും. പിന്നെ ഫൈബറാണ്, കുറേ ആയി കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാറുണ്ട് സാധാരണ. അപ്പോൾ ഞാൻ അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് വലിയ പഴക്കമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. ആ വൈസറിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.